അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ നാളെ. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. പ്രവേശനത്തിന് അനുമതിയില്ലെങ്കിലും കടുത്ത ശൈത്യത്തെ അവഗണിച്ച് നിരവധി പേരാണ് അയോധ്യയിലേക്ക് എത്തുന്നത്. ത്രിതല സുരക്ഷയാണ് ക്ഷേത്രത്തിന് ചുറ്റും. ക്ഷണം ലഭിച്ച അതിഥികൾക്കും രജിസ്ട്രേഷൻ നിർബന്ധമാക്കി. പ്രധാനമന്ത്രി നാളെ അയോധ്യയിലെത്തും. അയോധ്യയിൽ നിന്ന് എസ് വിജയകുമാറും ആർ രാധാകൃഷ്ണനും തത്സമയം. ആദ്യം എസ് വിജയകുമാറിലേക്ക്. എസ് വിജയകുമാർ, പ്രധാനമന്ത്രി നാളെ കൃത്യം എത്ര മണിക്കെത്തും എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഏത് തരത്തിലേക്കാണ് നിലവിൽ സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്? രജിസ്ട്രേഷൻ അടക്കം ഈ അതിഥികൾക്കുമൊക്കെ നിർബന്ധമാണോ? അനുജ, ഇന്നത്തെ പൂജകൾ, അതായത് പുതിയ ക്ഷേത്രത്തിലേക്ക് പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഇന്ന് നടക്കേണ്ട വൈദിക കർമ്മങ്ങൾ, അത്തരം പൂജകൾ ഇപ്പോഴും തുടരുകയാണ് ക്ഷേത്ര പരിസരത്തും മറ്റുമായി. അത് വിവിധ തരത്തിലുള്ള പൂജകളാണ്. അത് ഈ പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ചെയ്തു തീർക്കേണ്ട അത്തരം പൂജകൾ ഇന്നുകൊണ്ട് പൂർത്തിയാകും. നാളെ മുതൽ ഈ പുതിയ വിഗ്രഹം അതിന്റെ പ്രതിഷ്ഠ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് പോകും. അതിന് മുന്നോടിയായുള്ള കർമ്മങ്ങളാണ്, വൈദിക കർമ്മങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രധാനമന്ത്രിയുടെ അയോധ്യയിലേക്കുള്ള യാത്രയുടെ സമയവിവരം ഇതിനോടകം പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടിട്ടുണ്ട്. നാളെ രാവിലെ 10:25 അയോധ്യ വിമാനത്താവളത്തിൽ പുതിയ വാത്മീകി ഇന്റർനാഷണൽ എയർപോർട്ടിൽ പ്രധാനമന്ത്രി എത്തും. അതിനുശേഷം 10:55 അയോധ്യയിലെ ക്ഷേത്ര പരിസരത്ത് അദ്ദേഹം വരും. തുടർന്ന് ഏതാണ്ട് 1 മണിക്കൂർ അദ്ദേഹത്തിന്റെ സമയക്രമത്തിൽ ഷെഡ്യൂളുകൾ ഒന്നുമില്ല. ആ സമയത്ത് ഒരു പക്ഷേ അദ്ദേഹം സരയൂ സ്നാനത്തിന് പോയേക്കുമെന്ന ഒരു വിവരം ഇവിടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനു വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ സരയൂവിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. 11:30 മുതൽ ഏതാണ്ട് ഒരു 12:30 വരെ പ്രധാനമന്ത്രി ക്ഷേത്രത്തിൽ ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കും. 12:30ക്കും 1 മണിക്കും ഇടയിലായിരിക്കും ഈ പ്രതിഷ്ഠ നടക്കുക. അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്ന ആ സമയം, ആ ടൈമാണ്, അതാണ് മുഹൂർത്തം എന്ന് പറയുന്നത്. 12:30ക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും അത് പൂർത്തിയാകും. ചിലപ്പോൾ കൃത്യം 12:30ക്ക് തന്നെ അത് നടക്കുകയും ചെയ്യും. ആ മട്ടിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. സുരക്ഷയുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത വലിയ ആൾക്കൂട്ടം അയോധ്യ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി. ഇവിടെ നിന്നൊരു 3-4 കിലോമീറ്റർ നേരെ നടന്നാൽ ക്ഷേത്രത്തിലേക്ക് എത്താൻ കഴിയും. ആ ക്ഷേത്രത്തിലേക്കുള്ള കവാടത്തിന്റെ മുന്നിലെത്തും. അപ്പോൾ ഈ ദൂരം അത്രയും ഇങ്ങനെ കാൽനടയായി നടന്ന് ഇവിടേക്ക് എത്തുന്ന വലിയ ജനക്കൂട്ടം, അവരെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഏറ്റവും പിന്നിൽ ഈ ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട റോഡിന്റെ ഭാഗം, അവിടെ നിന്ന് തുടങ്ങുന്നതാണ് ഈ യാത്ര. വാഹനങ്ങൾക്ക് അവിടെയൊക്കെ പാർക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. 50 കേന്ദ്രങ്ങളിൽ പാർക്കിങ്ങിന് അനുവാദം കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് വരുന്ന വാഹനങ്ങൾക്ക് മുഴുവൻ അവിടെ എത്തും. അവിടെ മാത്രമേ അനുവാദം കൊടുത്തിട്ടുള്ളൂ. ഈ പാസ് പ്രത്യേക ക്ഷണമോ അല്ലെങ്കിൽ ആ നിലയിൽ ഇവിടേക്ക് ക്ഷണിക്കപ്പെട്ടവരോ രാവിലെ തന്നെ ക്ഷേത്ര പരിസരത്ത് എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 7000-ഓളം ആളുകൾക്ക് മാത്രമേ ആ നിലയിൽ അനുവാദമുള്ളൂ. വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഉൾപ്പെടെ ഈ ചില നയതന്ത്ര ഉദ്യോഗസ്ഥരടക്കമുള്ളവർ അവിടേക്ക് എത്തുമെന്ന് കരുതുന്നുണ്ട്. അവർക്കടക്കം ഏതാണ്ട് 7000-ഓളം പേർക്ക് മാത്രമേ ആ വേദിയിലേക്ക്, ആ ക്ഷേത്ര പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ഭാഗത്തേക്ക്, അതിന്റെ പരിസരത്തേക്ക് അനുവാദമുള്ളൂ. ബാക്കി എല്ലാവർക്കും ഈ നഗരത്തിലൊക്കെ പലയിടങ്ങളിലായി വലിയ സ്ക്രീനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഇരുന്ന് ഇത് കാണാൻ കഴിയും. ആ നിലയിലാണ് ഇത്തരം കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. 3 ലെയറാണ് അനുജ ഇവിടുത്തെ സുരക്ഷ. റെഡ് സോൺ, ഓറഞ്ച് സോൺ, യെല്ലോ സോൺ അങ്ങനെ തിരിച്ചിട്ടുണ്ട്. അതിൽ റെഡ് സോണിൽ ക്ഷേത്ര പരിസരത്ത് അവിടെ ഈ NSG കമാൻഡോസിന് തുല്യമായി NSG തന്നെ, നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ പരിശീലനം നേടിയ ഏതാണ്ട് 1000-ഓളം വരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ, ഉത്തർപ്രദേശ് പോലീസിലെ പ്രത്യേക വിങ് ആണ്, അവർക്കായിരിക്കും ക്ഷേത്രത്തിന്റെ സുരക്ഷാ ചുമതല. അതിന് താഴെ ഓറഞ്ച് സോണിലും യെല്ലോ സോണിലും ഉത്തർപ്രദേശ് പോലീസും CRPF അടങ്ങുന്ന സംഘം ആ സുരക്ഷ നിർവഹിക്കും. നഗരത്തിൽ ഏതാണ്ട് 10,000-ലധികം AI ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒപ്പം CCTVകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഒപ്പം ആകാശത്തുനിന്ന് ഡ്രോൺ വഴിയുള്ള ഏരിയൽ സർവേ എപ്പോഴും നടക്കുന്നുണ്ട്. ഹെലികോപ്റ്ററുകൾ നിരന്തരമായി ഇവിടെ പരിശോധന നടക്കുന്നുണ്ട്. പഴുതടച്ച സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അയോധ്യയിൽ ഏതാണ്ട് ഒരു ഉത്സവ സമാനമായ സാഹചര്യമാണ്, അന്തരീക്ഷമാണുള്ളത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 10,000-കണക്കിനോ ലക്ഷക്കണക്കിനോ എന്ന് പറയാം നമുക്ക് തീർത്ഥാടകർ ഇതിനോടകം തന്നെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തമ്പടിച്ചിട്ടുണ്ട്. ഇവരോട് ഈ ദിവസങ്ങളിൽ ഇവിടേക്ക് വരേണ്ടതില്ല, പിന്നീട് ആവാം എന്ന് പ്രധാനമന്ത്രിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും ഒക്കെ നേരത്തെ പറഞ്ഞതാണ്. പക്ഷെ അതൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല. എല്ലാവരും ഈ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ മഠാധിപതിമാരുടെ ഒക്കെ കൂടെ
പദയാത്രയായും വാഹനങ്ങളിലുമൊക്കെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആളുകളെ കൊണ്ട് ഈ നഗരം നിറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യമൊന്നും എവിടെയെങ്കിലും കിട്ടുമെന്ന് കരുതാൻ കഴിയില്ല. അപ്പോൾ എല്ലാവരും ഈ നഗരത്തിൽ തമ്പടിക്കും. പ്രാണപ്രതിഷ്ഠ എവിടെങ്കിലുമൊക്കെ നിന്ന് കാണും. പിന്നീട് ക്ഷേത്ര ദർശനവും നടത്തി തിരികെ പോകും എന്നാണ് ഇവരിൽ എല്ലാവരും തന്നെ അറിയിച്ചിരിക്കുന്നത്. കുറച്ചു പേർക്കൊക്കെ ക്ഷണം ലഭിച്ചിട്ടുണ്ട്. അവർക്ക് രാവിലെ ക്ഷേത്രത്തിലേക്ക് പോവുകയും ചെയ്യാം. ഈ പ്രധാനമന്ത്രി പോയതിനു ശേഷം മറ്റന്നാൾ ഈ ക്ഷേത്രം വിശ്വാസികൾക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ടാകും. പക്ഷെ ആ സമയത്തൊക്കെ വലിയ തിരക്കായിരിക്കും. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് കുറെ ആളുകൾക്ക് അന്നൊക്കെ ദർശനത്തിന് അനുവാദമുണ്ടാകുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. VVIPകളൊക്കെ ഇന്ന് വൈകുന്നേരത്തോടെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നാളെ എത്തും. അപ്പോൾ നഗരം ആകെ ഏതാണ്ട് അണിഞ്ഞൊരുങ്ങിയ മട്ടിൽ തന്നെയാണ്. അയോധ്യ നഗരമാകെ എല്ലായിടത്തും പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് വലിയ ദീപപ്രഭയിലൊക്കെ വിതറി. വൈകുന്നേരമൊക്കെ രാത്രിയൊക്കെ ആകുമ്പോൾ സരയുവിന്റെ തീരവും അയോധ്യയുടെ ഈ തെരുവീതികളുടെ ഇരുഭാഗവും ഒക്കെ ആ നിലയിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. അങ്ങ് ദൂരെ കാണാം അനുജ, വലിയ ഒരു സംഘം ഘോഷയാത്രയായി ആരവങ്ങളൊക്കെ മുഴക്കി അങ്ങ് ദൂരെ നിന്ന് ഒരു സംഘത്തിന്റെ യാത്രയുണ്ട്. ഇതുപോലെയുള്ള ചെറുതും വലുതുമായ സംഘങ്ങൾ ഇങ്ങനെ നിരന്തരമായി തുടർച്ചയായി നഗരത്തിൽ നിന്നും ഈ ക്ഷേത്ര പരിസരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പദയാത്രയായി. അത് ഇന്ന് രാവിലെ മുതൽ ഇന്നലെ ഉച്ച മുതൽ തുടങ്ങിയ കാഴ്ചയാണ്. ആ കാഴ്ച ഇങ്ങനെ തുടരുന്നു. ലതാ മങ്കേഷ്കറിന്റെ പേരിലുള്ള ഒരു ജംഗ്ഷൻ ഇതിന് തൊട്ടു പുറകിലുണ്ട്. അവിടെ നിരന്തരം കലാപരിപാടികളൊക്കെ നടക്കും. ഏറ്റവും കൂടുതൽ രാമഭക്തി ഗാനങ്ങൾ പാടിയത് ലതാ മങ്കേഷ്കറാണ്. അതുകൊണ്ട് ലതാ മങ്കേഷ്കർക്ക് ഒരു സ്മാരകം തന്നെ അവിടെയുണ്ട്. ലതാ മങ്കേഷ്കർ ചൗക്ക് എന്നാണ് അത് അറിയപ്പെടുന്നത്. അവിടെയാണ് ഈ ഘോഷയാത്രയൊക്കെ തുടക്കം. അവിടെ നിന്ന് ഭജനയൊക്കെ പാടി ഈ സംഘം വരും. ഇത് മറ്റൊരു ഭാഗത്തും ഇത്തരത്തിൽ കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അനുജ, ശരി. രാധാകൃഷ്ണനിലേക്ക് കൂടി. ഇപ്പോൾ അനുബന്ധ പൂജകൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി നടക്കുന്നുണ്ട്. ആ പൂജകളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? ഇനി നാളെ നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്കുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ്? അനുജ, ഈ അനുബന്ധ പൂജകൾ ഇപ്പോഴും തുടരുകയാണ്. ഏതാണ്ട് സന്ധ്യയോടുകൂടിയായിരിക്കും ഈ പൂജകൾ അവസാനിക്കുക. ഇപ്പോൾ ഈ ക്ഷേത്രത്തിലെ ശുദ്ധി അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളാണ് ഏറ്റവും അവസാന ഘട്ടത്തിൽ നടക്കുന്നത്. രാവിലെ കലശം നടന്നിരുന്നു. ആ കലശ ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്. സരയുവിൽ നിന്ന് കൊണ്ടുവന്ന ജലം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ശുദ്ധി കലശം അടക്കമുള്ളവ നടന്നത്. ഇനി ഉള്ളത് ഈ പൂജകൾക്കെല്ലാം ശേഷം ഇന്ന് ശയ്യയിലേക്ക് പ്രവേശിക്കും പുതിയ രാമവിഗ്രഹം എന്നുള്ളതാണ്. അതിനുശേഷം ആയിരിക്കും നാളെ ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ ആരംഭിക്കുക. കണ്ണുകൾ മൂടിക്കെട്ടിയ രീതിയിലായിരിക്കും ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന്റെ ഭാഗമായിട്ട് രാമവിഗ്രഹം ഉണ്ടാകുന്നത്. അതിനുശേഷം ഈ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് മൂലമന്ത്രം ഉപദേശിക്കുന്നതിന് തുടർച്ചയായിട്ടാണ് ഈ കണ്ണുകളിലെ കെട്ട് അഴിക്കുക. ആ കെട്ടഴിച്ച് ആദ്യം കാട്ടുന്നത് കണ്ണാടിയായിരിക്കും. ആദ്യ രൂപം ഈ രാംലല്ല കാണേണ്ടത് രാംലല്ലയുടേത് തന്നെ ആയിരിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ കണ്ണാടി ദർശിപ്പിക്കാനായിട്ടുള്ള നടപടികൾ ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും മറ്റുള്ള അവിടെ എത്തിയിരിക്കുന്ന അതിഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് സന്ദർശനം നൽകാനായിട്ട് ദർശനം നടത്താനായിട്ടുള്ള അനുവാദം ഉണ്ടാകുന്നത്. ഈ ചടങ്ങുകളെല്ലാം ഏതാണ്ട് 12:30 മണിയോടുകൂടി തന്നെ നാളെ പൂർത്തിയാകും എന്നുള്ളതാണ്. പൊതുജനങ്ങൾക്ക് വേണ്ടി ഈ ക്ഷേത്രത്തിൽ ദർശനം അനുവദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളായിരിക്കും പിന്നീടുള്ള മണിക്കൂറുകളിൽ നടത്തുക. 23-ാം തീയതി തന്നെ ഈ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കണം എന്ന തീരുമാനമാണ് ഇപ്പോൾ ഉള്ളത്. ആ പ്രവേശനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ അയോധ്യയിലെത്തി പല മേഖലകളിൽ തമ്പടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇത് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ്, അഥവാ ഇനി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വൈകൽ ഉണ്ടായാൽ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും എന്നൊരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധത്തിൽ ഉള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഞാനീ നിൽക്കുന്ന ഈ ലതാ മങ്കേഷ്കർ ചൗക്ക് ഒരുപക്ഷെ ഈ ജനസമുദ്രമായി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എല്ലായിടങ്ങളിലും വലിയ രീതിയിലുള്ള ജനപ്രവാഹം ഇങ്ങോട്ടുണ്ടാകുന്നു. പോലീസ് പറഞ്ഞതനുസരിച്ച് ഈ മേഖലയിലേക്ക് ഇന്ന് ഏതെങ്കിലും വിധത്തിൽ ഇവിടേക്ക് ആളുകളെ കടത്തിവിടുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ പോലീസിന്റെ എല്ലാവിധത്തിലുള്ള വിലക്കുകളും ലംഘിച്ചുകൊണ്ട് ചെറുകൂട്ടങ്ങളായി എത്തിയ ആളുകൾ വീണ്ടും ഈ നഗരത്തിലേക്ക് എത്തുകയും അത് വലിയ കൂട്ടമായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ പോലീസിനെ സംബന്ധിച്ച് നിയന്ത്രിക്കുന്നതിന് വലിയ പ്രതിബന്ധങ്ങളുണ്ട്. കാരണം ഈ വന്നിരിക്കുന്ന കൂട്ടങ്ങളിൽ ഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന
വരുന്ന ആളുകളാണ് എന്നുള്ളതാണ് പോലീസിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുന്നത്. അവർക്കൊന്നും ഈ നഗരത്തിന്റെ ഒരു ഭാഗത്തും അവർക്ക് താമസിക്കാനുള്ള സൗകര്യം പോലും ലഭിച്ചിട്ടല്ല അവരിവിടേക്ക് വന്നിരിക്കുന്നത്. പലരും ഈ നിരത്തുകളുടെ പല ഭാഗത്തും കടുത്ത തണുപ്പാണെന്ന് അനുജയ്ക്ക് അറിയാമല്ലോ. കടുത്ത തണുപ്പിനെ അതിജീവിച്ചുകൊണ്ടാണ് അവരെല്ലാവരും ഇവരെ തുടരുന്നത്. ഈ ഒരു സാഹചര്യത്തെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് പോലീസ് ഇപ്പോഴത്തെ ഈ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നത്. പ്രധാനമന്ത്രി നാളെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങി റോഡ് മാർഗം ഇവിടേക്ക് എത്തുമെന്നാണ് ഇപ്പോഴും തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ജനക്കൂട്ടം ഇങ്ങനെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അദ്ദേഹം ഹെലിപാഡിൽ, അയോധ്യയിലെ ഹെലിപാഡിൽ വരുന്നതിന്, ക്ഷേത്രത്തിന് സമീപം ഒരുക്കിയിട്ടുള്ള ഹെലിപാഡിൽ വരുന്നതിനെ കുറിച്ചും ഒരു പ്ലാൻ ബി എന്ന രീതിയിലുള്ള ഒരു ആലോചന ഉണ്ട്. ഏതായാലും കൃത്യസമയത്ത് തന്നെ ഈ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം പ്രധാനമന്ത്രി അവിടെ എത്തിയിരിക്കുന്നവരെ അഭിസംബോധന ചെയ്യും. അദ്ദേഹം ഈ സരയൂ സ്നാനത്തിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അത് പ്രധാനമന്ത്രിയുടെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ ഒരു തീരുമാനം അന്തിമമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. നാളെ പല ഏതാണ്ട് 151 പരം രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന പുണ്യനദികളിലെ ജലം ഉപയോഗിച്ചുകൊണ്ടുള്ള ശരി, അയോധ്യ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നാളെയാണ്. നാളെ ഉച്ചയ്ക്കാണ് പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കാനിരിക്കുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകുന്നു. തത്സമയ വിവരങ്ങളാണ് എസ് വിജയകുമാറും ആർ രാധാകൃഷ്ണനും നൽകിയത്.